വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ALP സെക്കൻഡ് സ്റ്റേജിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, പാർട്ട് 4 ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2 cabs A and B start from town C for town D. If the distance between the two towns is 540 km and the slower taxi traveling at an average speed of 90 km per hour takes an hour more than the faster taxi, then find the speed in kilometer per hour of the faster taxi. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എയും ബിയും ഉണ്ട്. എ ബി ഉണ്ട്. ഇപ്പൊ ടൗൺ സിയിൽ നിന്നും ഡിയിലേക്ക് പോകുന്നു. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ടൗൺസ് 540 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 540 ആണ് ഇവിടെ. ആൻഡ് സ്ലോവർ ടാക്സി ട്രാവലിംഗ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് സ്ലോവർ ടാക്സിയുടെ സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാല് സ്ലോവർ ടാക്സി പോകുന്ന എന്ത് ചെയ്യും, ടൈം കിട്ടും അല്ലെ, ടൈം കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോവർ ടാക്സിയുടെ ടൈം കിട്ടും. ഇവിടെ 6 അവർ ആണ് കിട്ടുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് സ്ലോവർ ടാക്സി എന്ന് പറയുന്നത് 1 മണിക്കൂർ കൂടുതലാണ് എടുക്കുന്നത്. ആൻ അവർ മോർ ദാൻ ദ ഫാസ്റ്റർ ടാക്സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റർ ടാക്സി എത്ര അവർ ആയിരിക്കും എടുക്കുന്നത്? 5 അവർ ആയിരിക്കും എടുക്കുന്നത്. 1 അവർ മോർ ദാൻ ആണല്ലോ സ്ലോവർ ടാക്സി എടുക്കുന്നത്. അപ്പൊ ഫാസ്റ്റർ ടാക്സി 5 അവർ കൊണ്ടാണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ഫാസ്റ്റർ. എന്തായാലും ഡിസ്റ്റൻസ് 540 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, ടൈം 5 ആണ്. അപ്പൊ നമുക്ക് സ്പീഡ് ഇതിൽ നിന്ന് എത്ര എന്ന് കിട്ടും? 108 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹെൻറി കാവൻഡിഷ് ഡിസ്കവേർഡ് ഡാഷ് ഇൻ 1766. 1766 ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നീ 3 ഐസോട്ടോപ്പുകൾ ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ കണ്ടുപിടിച്ചതാരാണ്? ലാവോസിയർ ആണ്. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയതും ലാവോസിയർ ആണ്. The weights of 3 boxes are 3 kilogram, 8 kilogram and 12 kilogram. Which of the following cannot be the total weight in kilogram of any combination of these boxes? അപ്പം ഇതിന്റെ കോമ്പിനേഷൻ അല്ലാത്ത വെയിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേക്കും 8, 12, 8, 20, 23 ഒരു കോമ്പിനേഷൻ ആണ്, അത് വരുന്നുണ്ട്. പിന്നീട് 12, 8, 20 ഒരു കോമ്പിനേഷൻ ആണ്. പിന്നീട് 12, 3, 15 ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ 21 എന്ന് പറയുന്ന കോമ്പിനേഷൻ വരത്തില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. The given Venn diagram shows the pet that each house in a society has. How many houses have only 2 pets? ഇപ്പൊ ഒരു വെൻ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഒരു സൊസൈറ്റിയിലുള്ള ഓരോ വീട്ടിലുള്ള പെറ്റുകളുടെ എണ്ണത്തെ ആണ് കാണിച്ചിരിക്കുന്നത്. 2 പെറ്റുകൾ മാത്രമുള്ള എത്ര ഹൗസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 8 എന്ന് പറയുന്ന കോമ്പിനേഷൻ, ഈ 8 എന്ന് പറയുന്നത് എവിടെയാണ്? ഈ 8 എന്ന് പറയുന്ന നമ്പർ ഇത് രണ്ടിനും കോമൺ ആയിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. 3 എണ്ണം വരുന്നില്ല ഇവിടെ. പിന്നീട് ഈ 2 ഉണ്ട്, പിന്നീട് ഈ 6 ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട്? 8, 2, 10, 16 ഉണ്ട്. ബാക്കിയെല്ലാം എന്താണ്? 3 എണ്ണം വരുന്ന കോമ്പിനേഷൻ ആണ്. ഇവിടെ 5 ആണെങ്കിലും 3 എണ്ണം വരുന്ന കോമ്പിനേഷൻ ആണ്. അപ്പൊ 16 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെയിം ദ സെലിബ്രിറ്റി ഹു ഹാസ് ഓതേർഡ് മിസ് ഫണ്ണി ബോൺസ്. ആരാണ്? ടിങ്കിൾ കന്നയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എ ബ്ലോക്ക് ഓഫ് മെറ്റൽ ഓഫ് മാസ് 500 gram has a relative density of 2.5. What will be its apparent mass when it is fully immersed in water?
റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ട്രൂ മാസ് ഡിവൈഡഡ് ബൈ ട്രൂ മാസ് മൈനസ് അപ്പാരന്റ് മാസ് ആണ്. അപ്പൊ ഇവിടെ ട്രൂ മാസ് തന്നിട്ടുണ്ട് 500 gram തന്നിട്ടുണ്ട് ട്രൂ മാസ്. അപ്പം 2.5 ഈക്വൽ ടു 500 ബൈ 500 മൈനസ് അപ്പാരന്റ് മാസ് ഇട്ട് കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 300 gram എന്ന് ഇതിൽ നിന്ന് കിട്ടും. Find the density of a piece of wood of dimensions ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 6 cm into 8 cm into 5 cm and weight 1.92 Newton. യൂസ് എന്താണ്? 10 m/s² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഗ്രാവിറ്റി എത്രയാണ്? 10 ആണ്. വെയിറ്റ് എത്രയാണ്? 1.92 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ മാസ് കണ്ടുപിടിക്കാലോ. 1.92 ഡിവൈഡ് ബൈ 10 0.192 ആണ് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഡെൻസിറ്റി അല്ലേ ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പൊ മാസ് എന്ന് വെച്ചാൽ എന്താണ്? 0.192 ആണ്. ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഇവിടെ വോളിയം എത്രയാണ്? 6 cm 8 cm into 5 cm ആണ്. അപ്പം 6 into 8 into 5 ഡിവൈഡഡ് ബൈ സെന്റിമീറ്ററിലല്ലേ തന്നിരിക്കുന്നേ. നമുക്കതിനെ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ വേണ്ടി 100 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 ആക്കണം. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്ക് 0.192 ഇൻറ്റു എന്ത് കിട്ടും? 10⁻6 ഡിവൈഡഡ് ബൈ 6 into 8 into 5 എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 800 ആണ് ആൻസർ ആയിട്ട് ഡെൻസിറ്റി കിട്ടുന്നത്. എത്രയാണ്? 800 ആണ് ആൻസർ ആയിട്ട് ഡെൻസിറ്റി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം എ 50 meter long steel bar a workman has to cut off as many 5.25 meter long pieces as possible. What decimal of the whole will be left എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? 50 meter long ആണല്ലോ. എത്ര 5.25 meter long ഉള്ള പീസസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 50 by 5.25 ചെയ്യുമ്പോഴത്തേക്ക് 47.25 എന്ന് കിട്ടും. ബാക്കിയുള്ളത് എത്രയാണ്? 2.75 ആണ് ബാക്കിയുള്ളത്. അത് 2.75 ഈ 50യുടെ എത്രയാണ്? എത്ര ഡെസിമൽ ഉണ്ടെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ബാക്കി ടോട്ടലിൽ എത്ര ബാലൻസ് നിൽക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 0.055 എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. 0.055 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത്. പാർട്ട് ഓഫ് എ സെന്റൻസ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 3 segments which are jumbled up and given along with the unjumbled part 4. Rearrange the parts of the sentence in correct order. Just remember that every once in a while, so our changing room were movable on wheels. Owner like to change the decor of the boutique. ഈ ഒരു സെന്റൻസുകൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓണർ ലൈക്ക് ടു ചേഞ്ച് ദ ഡെക്കർ ഓഫ് ദ ബുട്ടിക്ക് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? എവരി വൺസ് ഇൻ എ വൈൽ സോ അവർ ചേഞ്ചിങ് റൂം വെയർ മൂവബിൾ ഓൺ വീൽസ് എന്നാണ്. അപ്പൊ ZXY ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. What is the internal general purpose memory of 8051 microcontroller? 8051 microcontrollerന്റെ ഇന്റേണൽ ആയിട്ടുള്ള മെമ്മറി എത്രയാണ്? 128 byte ആണ് 8051 മൈക്രോ കൺട്രോളറിന്റെ മെമ്മറി ആയിട്ട് വരുന്നത്. In an amplifier with a negative feedback circuit, gain എത്രയാണ്? നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ എത്രയാണ്? AF equal to A by 1 plus AM എന്നുള്ളതാണ്. ഫുൾ ഫോം ഓഫ് LED. LED യുടെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതുപോലെ LCD യുടെയോ?
LED-യുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LCD-യുടെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. An optical fiber is a cylindrical dielectric waveguide that transmits dash along its axis. Optical fiber cylindrical waveguide എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റിനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. Which among the following is used as a receiver in fiber optic communication? Fiber optic communication receiver ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ റിസീവർ ആയിട്ട് ഉപയോഗിക്കുന്നത്. DA കൺവേർട്ടർ is a part of. DA കൺവേർട്ടർ എന്തിന്റെ പാർട്ടാണ്? ഓഡോമീറ്റർ ആണോ, അനലോഗ് മീറ്റർ ആണോ, പാനൽ ബോർഡ് മീറ്റർ ആണോ, പ്രോക്സിമിറ്റി സെൻസർ ആണോ, എന്താണ്? DA കൺവേർട്ടർ എന്തിന്റെ പാർട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓഡോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. സ്പീഡോമീറ്റർ ആണെങ്കിൽ സ്പീഡ് മെഷർ ചെയ്യാനാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്രോക്സിമിറ്റി സെൻസർ ആണ്. DA കൺവേർട്ടർ പ്രോക്സിമിറ്റി സെൻസറിന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ സെൽ ഫോൺസ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പൊ മൊബൈൽ ഫോൺസിനകത്ത് എന്തുണ്ട്? ഒരു ട്രാൻസ്മിറ്ററും കാണും, ഒരു റിസീവറും കാണും. Which one of the following is a photovoltaic module? ഏതാണ് ഒരു ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ എന്ന് പറയുന്നത്? ഒരു സോളാർ മൊഡ്യൂൾ ആണ് ഒരു ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കൺവേർട്ട് ഡെസിമൽ 32 ടു ഹെക്സാ ഡെസിമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 32നെ ഹെക്സാ ഡെസിമൽ ആക്കാനാണ്. അപ്പൊ നമുക്ക് 32നെ ഹെക്സാ ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് 32നെ നമ്മൾ എന്ത് ചെയ്യും? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ 2 × 16 ആണ് 32. അപ്പൊ റിമൈൻഡർ വല്ലതും ഉണ്ടോ? റിമൈൻഡർ ഒന്നും ഇല്ല, 0 കൊടുക്കും. അപ്പൊ ഇനി ഇതിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ്? 20 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ആൻസർ എന്താണ്? 20 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Dash is the input voltage specification of a UPS. Choose from the given option. Input voltage specification of a UPS എന്ന് പറയുന്നത് +or -3% എന്നുള്ളതാണ്. Which type of feedback is used in case of oscillator circuit? ഓസിലേറ്ററിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിക്കുന്നത്. If an amplifier circuit has negative feedback, then gain. ആംപ്ലിഫയറിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഗെയിൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. Which of the following is a cell phone component? ആന്റിന. ആന്റിന എന്ന് പറയുന്ന ഒരു സെൽഫോൺ കമ്പോണന്റ് ആണ്. Which of the following computer hardware contain a laser? ലേസർ ഉള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഏതാണ്? CD ഡ്രൈവ് ആണ്. ഏതാണ്? ലേസർ ഉള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് CD ഡ്രൈവ് ആണ്. In the path given below, what is the voltage across R1 resistor? R1 റെസിസ്റ്ററിൽ across ഉള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം R1 റെസിസ്റ്ററിൽ across ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 45 × R1 റെസിസ്റ്റർ എത്രയാണോ അത് 5000 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 15000 ആണ്. അപ്പോൾ 1/3 എന്ന് വരും. അപ്പം ഇത് വിട്ട് കഴിയുമ്പോൾ 15 ആയിട്ട് ആൻസർ 15 എന്ന് കിട്ടും. Additional heat is dissipated from power transistor by using. Additional heat is dissipated from power transistor by using heat sink. Which of the following has superior bandwidth and temperature stability? Superior bandwidth and temperature stability ഉള്ളത് photodiode. What are the XTAL1 and XTAL2 pins numbers for 8051 എന്ന് ചോദിച്ചിരിക്കുന്നത്. XTAL1 and XTAL2 are എന്തിനാണ്? ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റേണൽ ക്രിസ്റ്റലിനെ എന്താണ് സിസ്റ്റം ക്ലോക്കിലേക്ക്
കണക്ട് ചെയ്യുന്നതാണ് XTAL1 XTAL2 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 18 19 8051ന്റെ 18 19 പിന്നുകളാണ്. Which of the following software is used for electronic circuit simulation? Electronic circuit simulation വേണ്ടിയിട്ട് PSpice ആണ് ഉപയോഗിക്കുന്നത്. After crossing the peak point, UJT resistance become UJT unijunction transistor resistance become after crossing peak point എന്ത് ചെയ്യും? നെഗറ്റീവ് ആണ്. Which of the following losses can be observed in a transformer when it is not connected to any load? അപ്പൊ എന്താണ് ഇവിടെ ആൻസർ ആയിട്ട്? കോപ്പർ ലോസ് ആണോ, കോർ ലോസ് ആണോ, തെർമൽ ലോസ് ആണോ, വോൾട്ടേജ് ലോസ് ആണോ? ആൻസർ വരുന്നത് കോർ ലോസ് ആണ്. BC147 is a transistor used for audio frequency signalsനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് BC147 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. Which of the following is a feature of SMPS? Switched mode power supply ആണ് SMPS. അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ എഫിഷ്യൻസി ആണ്. ഹൈ എഫിഷ്യൻസി ആണ് ഇതിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ as an amplifier? അപ്പം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ക്യൂസെന്റ് പോയിന്റ് ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ ക്ലിപ്പിംഗ് ഓഫ് ഇൻപുട്ട് AC സിഗ്നൽ എ ഡാഷ് ഈസ് യൂസ്ഡ്. ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഡയോഡ് ആണ് ക്ലിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. UJTക്ക് എത്രയാണ്? നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് UJTക്ക് ഉള്ളത്. നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. NPN ട്രാൻസിസ്റ്റർ പ്രോപ്പർ ബയാസിംഗ് ഫോർ കണ്ടക്ഷൻ ഈസ്. NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതിന്റെ ബയാസിംഗ് എങ്ങനെയാണ്? ബേസ് എമിറ്റർ എങ്ങനെയാണ്? ബേസ് എമിറ്റർ ഫോർവേഡ് ബയാസ് ഫോർവേഡിലും കളക്ടർ എമിറ്റർ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലുമാണ് NPN ട്രാൻസിസ്റ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. 128 ബീറ്റ ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? കളക്ടർ കറണ്ട് ബൈ ബേസ് കറണ്ട് ആണ്. ആൽഫ ആണെങ്കിലോ ബീറ്റ പ്ലസ് 1 പ്ലസ് ബീറ്റ ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? കളക്ടർ കറണ്ട് ബൈ എമിറ്റർ കറണ്ടുമാണ് ആൽഫ എന്ന് പറയുന്നത്. UPS ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. റെഗുലേഷൻ പ്ലസ് ഓർ മൈനസ് 3%. Pulses of light are used in dash for communication. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലാണ് എന്ത്? ലൈറ്റ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലാണ്. TV channel frequencies are assigned in the 54 to 80 megahertz range for the division of dash. അപ്പം TV ചാനലിൽ RF റേഡിയോ ഫ്രീക്വൻസി ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു 6 മെഗാഹെർട്സ് ബാൻഡ് വിഡ്ത്ത് വരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചാനലില് ഫോർ 1 ചാനലില് 6 മെഗാഹെർട്സ് വരെയാണ് ഉപയോഗിക്കുന്നത്. ടോട്ടൽ നമുക്ക് ഇതിനകത്ത് 68 ആണ് TV ചാനൽസ് യൂസ് ചെയ്യുന്നത്. In which of the following transistor configuration is the amplifier voltage gain the lowest? അപ്പം വോൾട്ടേജ് ഗെയിൻ ഏറ്റവും കുറവായിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആണ്. In two-stage RC coupled, the function of coupling capacitor is to. Coupling capacitorന്റെ ഫംഗ്ഷൻ എന്താണ്? കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. Select the communication device which works on full duplex communication channel. Full duplex communication channel ഉപയോഗിക്കുന്ന ഏതാണ്? ഫുൾ ഡ്യൂപ്ലക്സ് ഉപയോഗിക്കുന്നത്, അതായത് രണ്ട് സൈഡിലും കമ്മ്യൂണിക്കേഷൻ ഉള്ളത് അതേതാണ്? ഇവിടെ മൊബൈലാണ് ഫുൾ ഡ്യൂപ്ലക്സിന് എന്തായിട്ട് വരുന്നത്? എക്സാമ്പിൾ ആയിട്ട് വരുന്നത്.
The size of internal RAM 8051 microcontroller എന്ന് പറയുന്നത് എത്രയാണ്? 256 byte ആണ്. 256 byte. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വരെയാണ് ഈ ഒരു ക്ലാസ്സിലായിട്ട് എടുക്കാവുന്നത്. അടുത്ത പാർട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലൂടെ നോക്കാം.